ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താ ചോദിച്ചിരിക്കുന്നത്? എ മൈക്രോവേവ് ഓഫ് വേവ് ലെങ്ത് 2 cm falls normally on a slit of width 4 cm. The angular spread of the central maximum of diffraction pattern obtained on the screen 1.5 meter away from the slit will be. നമുക്ക് ആംഗുലാർ സ്പ്രെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്, നമുക്ക് ലാംഡ തന്നിട്ടുണ്ട് 2 cm ആണ്. 2 × 10⁻⁻². ഞാൻ കൺവേർട്ട് ചെയ്തു. ഫോൾസ് നോർമലി ആണ് സ്ലിറ്റ് വിഡ്ത്ത്. സ്ലിറ്റ് വിഡ്ത്ത് എന്നോ ഡിന്നോ ഒക്കെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറ്. അത് എത്രയാണ്? സ്ലിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. സോ 4 cm ആണ്. 4 × 10⁻². ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ആംഗുലാർ സ്പ്രെഡ് ഓഫ് ദി സെൻട്രൽ മാക്സിമം. സെൻട്രൽ മാക്സിമയുടെ കണ്ടീഷൻ എന്താ? 4 മാക്സിമ എന്താ? എ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ. സെൻട്രൽ മാക്സിമയാണ് അല്ലേ? സോ എൻ ഈക്വൽ ടു 1. സോ എനിക്ക് എഴുതാം എന്താ? സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. സോ ലാംഡ എത്ര മക്കളെ? 2 × 10⁻² ഡിവൈഡഡ് ബൈ 4 × 10⁻², which is equal to 1/2 എന്ന് കിട്ടും. സോ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. ആക്ച്വലി നമുക്ക് ഈ കിട്ടുന്നത് ഹാഫ് സ്പ്രെഡ് ആണ്. നമുക്ക് വേണ്ടത് എന്താ? ആംഗുലാർ സ്പ്രെഡ്, ഫുൾ സ്പ്രെഡ് ആണ് അല്ലേ? സോ therefore ആംഗുലാർ സ്പ്രെഡ് which is equal to 2 theta, that is equal to 60 degree. ഓപ്ഷൻ 3. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു സോ മച്ച്.